ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് അവരുടെ മൾട്ടിപ്പിൾ ഓഫീസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ വഴി ഫംഗ്ഷൻ ചെയ്യും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ടാവും. ഒരു ബാങ്കിന് തന്നെ പല ലൊക്കേഷനിൽ, അതായത് പല സിറ്റിയിലെ പല സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പല റൂറൽ ഏരിയാസിലോ ഒക്കെ അവർക്ക് ബ്രാഞ്ച് വെക്കും. അപ്പോൾ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒന്ന്. രണ്ട്, വെറൈറ്റി സർവീസ് കൊടുക്കും. അതായത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, ലോൺ കൊടുക്കും, കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കും, അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തെടുക്കും, അങ്ങനെ ചെയ്ത് കൊടുക്കും. പിന്നെ ലോക്കൽ പ്രസൻസ് ഉണ്ടാവും. ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ലോക്കൽ പ്രസൻസ് ഉണ്ടാവും. പിന്നെ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാവും, സ്റ്റാൻഡർഡൈസ്ഡ് പോളിസികളായിരിക്കും ഇവർക്കുള്ളത്. പിന്നെ എക്കണോമിക് ഗ്രോത്ത് വളരെ സഹായിക്കും, കാരണം ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്കുകൾ. ഇപ്പോൾ ലോക്കൽ ബിസിനസ്സുകൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ പേഴ്സണലൈസ് സർവീസ് കൊടുക്കും. സെൻട്രലൈസ്ഡ് ബാങ്കിനെക്കാളും ലോക്കൽ ഏരിയയിൽ ഇവിടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് പേഴ്സണലൈസ് സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ടെക്നോളജിക്കൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. ടെക്നോളജി ഇൻ്റഗ്രേഷൻ കൂടുതലായിരിക്കും. അത് ATM ഉണ്ടാവും, ഓൺലൈൻ ബാങ്കിങ് ഉണ്ടാവും, മൊബൈൽ ബാങ്കിങ് ഉണ്ടാവും,